ശാന്തി. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? പലരും പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ മുന്നും പല വീഡിയോകളും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് കുറച്ചും കൂടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നതിൻ്റെ കൃത്യമായി നമ്മൾ മലയാളം നോക്കിയ ആകർഷണ നിയമം എന്ന് പറയാം. അതായത് എൻ്റെ ഉള്ളിൽ എന്താണോ വൈബ്രേഷൻസ് പുറപ്പെടുന്നത്, ആ വൈബ്രേഷൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ഊർജ്ജം അത് അതേ വിധത്തിലുള്ളതായിട്ടുള്ള ഊർജ്ജത്തെ എന്നിലേക്ക് തിരിച്ച് ആകർഷിക്കുന്നു. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷേ ഈ വൈബ്രേഷൻ എന്ന ഒരു സാധനം ഉണ്ടാകുന്നതിനേക്കാൾ മുന്നേ ഒരുപാട് രഹസ്യങ്ങൾ വൈബ്രേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താ വൈബ്രേഷൻ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ട് പലപ്പോഴും എനിക്ക് എൻ്റെ ഡ്രീം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് വൈകുന്നതിൻ്റെ കാരണം എന്താ, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള പോയിൻ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് നമ്മൾ ഹൃദയമിടിപ്പിനെ കുറിച്ച് അറിയുമായിരുന്നു, ECG എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയം മാത്രമല്ല മിടിക്കുന്നത്, നമ്മുടെ തലച്ചോറിനും അതിൻ്റെതായിട്ടുള്ള മിടിപ്പുണ്ട്. എന്നുവെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രകമ്പനമുണ്ട്, നമ്മുടെ ജീവനുള്ളതായിരിക്കുന്ന സകലതിനും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് അതിൻ്റെതായിട്ടൊരു മിടിപ്പുണ്ട്. ആ തലച്ചോറിൻ്റെ മിടിപ്പിനെയാണ് നമ്മൾ EEG എന്നതായിട്ടുള്ള പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൻ വേവ്സ് അളക്കുന്നതായിരിക്കുന്ന ഒരു പാരാമീറ്ററാണ് EEG. അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഉണ്ടാകുന്നതായിട്ടുള്ള സങ്കല്പങ്ങളുടെ ആധാരത്തിലുണ്ടാകുന്ന തരംഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തുമാണ് നമ്മൾ അളക്കുന്നത്. സാധാരണ നിങ്ങൾ EEGയുടെ ചിത്രം കാണുമ്പോൾ കാണുന്നില്ലേ, അതിങ്ങനെ കയറി ഇറങ്ങി അക്യുറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, അതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്, ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള വേവ്സും അതിൻ്റെ തരംഗങ്ങളും തരംഗ ദൈർഘ്യവും അതിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഹൈറ്റും ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് തോട്ട്സ് ആണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത്, അതിൻ്റെ എനർജി ലെവൽ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. EEGയിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കുന്ന തോട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ സിമ്പിളായി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ സന്തോഷം അമിതമായി വന്നാലും അഥവാ സങ്കടം വന്നാലും ശരീരത്തിൽ നിന്ന് നമുക്ക് കണ്ണുനീര് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, പുറത്തേക്ക് പ്രവഹിക്കുന്നു. സങ്കടം എന്ന ഒരു ഫീലിംഗ്, അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു കണ്ണുനീര് പുറത്തേക്ക് ഒഴുകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് അനുസരിച്ച് അകത്ത് പുറപ്പെടുവിക്കപ്പെടുന്ന പല രീതിയിലുള്ളതായിരിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാവുന്നുണ്ടോ, ദേഷ്യം ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടോ, വെറുപ്പ് ഉണ്ടാവുന്നുണ്ടോ, അസൂയ ഉണ്ടാവുന്നുണ്ടോ, സന്തോഷമാണോ, ആനന്ദമാണോ, ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ തലച്ചോറിലും അതിൻ്റെതായിട്ടുള്ള പല രീതിയിലുള്ള ഹോർമോൺസ് പുറപ്പെടുവിക്കപ്പെടുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എങ്ങനെയാണോ സന്തോഷം കണ്ണുനീരും ബന്ധപ്പെടുന്നത്, അതുപോലെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഒരു ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻസിനനുസരിച്ച് ഒപ്പത്തിനൊപ്പം നമ്മുടെ ബ്രെയിൻ ചില പ്രകമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻസ് തരംഗങ്ങളായിക്കൊണ്ട് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നുണ്ട്. ആ പ്രവഹിപ്പിക്കുന്നതായിരിക്കുന്ന തരംഗങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ ഊർജ്ജ തരംഗങ്ങളാണ് വൈബ്രേഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് തന്നെ. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഷയാണ്. ശരിക്കും നോക്കിയാൽ നമ്മുടെ തലച്ചോറാണെങ്കിലും ഈ ശരീരമാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചതത്വങ്ങൾ കൊണ്ടാണ്. ഒരു കോമൺ ആയിരിക്കുന്ന സാധനമാണ് ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി. ഈ പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന പൂർണ്ണമായ പ്രപഞ്ചത്തിന് മുഴുവൻ ആ പ്രപഞ്ചത്തിൻ്റെ രചയിതാവിന് അഥവാ ഭഗവാന്, സൃഷ്ടാവിന്, ഈശ്വരന്, ദൈവത്തിന്, ആ ശക്തിക്ക് നമ്മളുടെ ഭാഷ, ഓരോരുത്തരുടെ ഓരോ ഭാഷയല്ല മനസ്സിലാവുന്നത്, എല്ലാവർക്കും കൂടി അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഈ പ്രപഞ്ചത്തിനുമുണ്ട്. ആ ഭാഷ അഥവാ ലാംഗ്വേജാണ് വാസ്തവത്തിൽ വൈബ്രേഷൻ അഥവാ പ്രകമ്പനങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രകമ്പനങ്ങളുടെ ആധാരത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സാധനവും നമ്മളുടെ അടുത്ത് റെസ്പോൺസ് തരുന്നത്. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന പ്രകമ്പനങ്ങളുടെ അഥവാ വൈബ്രേഷൻസിൻ്റെ ആധാരത്തിൽ ഏത് ടൈപ്പ് വൈബ്രേഷൻ അഥവാ പ്രകമ്പനങ്ങൾ എത്ര ഫ്രീക്വൻസിയിൽ എത്ര തരംഗ ദൈർഘ്യത്തിൽ അത് ഞാൻ എന്നിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടോ, അതിൻ്റെ അതേ ആധാരത്തിൽ സെയിം ആയിരിക്കുന്ന സിമിലർ ആയിരിക്കുന്ന ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത് അതിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. അതുതന്നെയാണ് ഊർജ്ജത്തിൻ്റെ നിയമം എന്ന് പറയുന്നതും. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അട്രാക്റ്റ് ചെയ്യാം. നെഗറ്റീവായിരിക്കുന്ന ഒരു വൈബ്രേഷനാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നെഗറ്റീവായിരിക്കുന്ന ഒരു റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം പോവില്ല എന്ന് പറയാൻ കാരണം. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടം, നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലെ സക്സസ് എന്നൊക്കെ. അത് പറയുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ
ഈ ജീവിതത്തിൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മോശമായിട്ടുള്ളത് വരുന്നത്? നല്ല ആളുകൾക്ക് എന്തുകൊണ്ട് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു? ഇവിടെ നമുക്ക് അനിഷേധ്യമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നത് ഈ കാണുന്നതായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ഊർജ്ജം മാത്രമല്ല, ഇതിനുള്ള സൂക്ഷ്മമായിരിക്കുന്നൊരു ഊർജ്ജമുണ്ട്. നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, അത് രൂപപരിവർത്തനം മാത്രമേ സംഭവ്യമായിട്ടുള്ളൂ. എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ളൊരു സത്യം. അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ഊർജ്ജമാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. ആ ഊർജ്ജവും ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നുമില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. അതിൻ്റെ രൂപമാറ്റം എങ്ങനെ വരുന്നു? അതിനുള്ള ക്വാളിറ്റിയിലാണ് ചേഞ്ച് വരുന്നത്. ഗുണങ്ങൾ നിറയുകയും ഗുണങ്ങൾ കുറയുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് ആത്മാവിൽ ഊർജ്ജമാറ്റം. പോസിറ്റീവ് എനർജി ആൻഡ് നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി നിറയുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ സദാ സുഖമുള്ളൊരു കാലഘട്ടത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ദുഃഖത്തെ വലിച്ചഴയ്ക്കുന്ന ഒരവസ്ഥയും വരുന്നു. ഈ ഊർജ്ജം ഒരു ജന്മത്തോടു കൂടെ നശിപ്പിക്കപ്പെടുന്നില്ല. ആ ഊർജ്ജം അത് രൂപം മാറിക്കൊണ്ട് അതിൻ്റെ പുതിയ അക്കൗണ്ട്സ് അഥവാ പുതിയ എനർജി ഫോം ആയിക്കൊണ്ട് മറ്റൊരു ക്രിയേറ്റീവായിട്ടുള്ള തലത്തിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ പുനർജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതോടുകൂടി നിങ്ങളുടെ ഈ ജന്മത്തിലെ കണക്കുകൾ അഥവാ നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഊർജ്ജങ്ങൾ അത് അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. ആ ഊർജ്ജം അതിൻ്റെ രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് പോകുന്നു. അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സംസ്കാരത്തിൻ്റെ രൂപത്തിൽ, ജീവിത സാഹചര്യങ്ങളുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് അതേ രീതിയിലുള്ളതായിരിക്കുന്ന സംസ്കാരം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കലിയുഗത്തിൽ നമ്മളറിയുന്ന നാളുകൾ രേഖപ്പെടുത്തിയ ചരിത്രം മാത്രം നിങ്ങളെടുത്ത് നോക്കിയോളൂ. എന്തൊക്കെ രീതിയിലുള്ള അവസ്ഥകളിലൂടെയാണ് ഈ കലിയുഗത്തിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ളതായിട്ടുള്ള വിചാരധാരകൾ, പല രീതിയിലുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ, പല രീതിയിലുള്ളതായിട്ടുള്ള ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തേക്കാൾ ഞാൻ എടുത്തു പറയും, എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു രേഖയും വേണ്ട, വാക്കിന് വേണ്ടി തലയും മനുഷ്യന് കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തലയൊന്നും കൊടുക്കില്ല, എന്നാലും വാക്ക് പാലിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ രേഖയില്ല എങ്കിൽ ഉറപ്പിക്കാനാവില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യൻ വാക്ക് വലിയ യാതൊരു വ്യവസ്ഥയും ഇല്ലാതായി. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള ഒരു യാത്ര, കുറച്ച് സമയം, ഒരു 2 തലമുറ നമ്മൾ അറിയുന്ന കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോലും അന്നത്തെ അത്ര മൂല്യങ്ങൾക്കുള്ള വില ഇന്നില്ല. മീൻസ് പോസിറ്റീവ് എനർജിയുടെ മൂല്യം ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ റെക്കോർഡഡ് ഫയലുകളിലെ പോസിറ്റിവിറ്റി കുറഞ്ഞിരിക്കുന്നു, നെഗറ്റിവിറ്റി കൂടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ വന്നു, അറിഞ്ഞു, മനസ്സിലാക്കി, പഠിച്ചു. ഞാൻ പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും പഠിക്കുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ചിലർത്ഥം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ തോട്ട്സിൻ്റെ ഊർജ്ജവും എനർജിയും ഒക്കെ എൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് സിമ്പിളായി ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ കുറേ ഫയൽസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. പല ഫയലുകൾ ഒന്ന് ചേർത്ത് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യുന്ന ഒരു ഫോൾഡർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഫയലും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. കുറേ ഫയൽ ചേർത്ത് ഫോൾഡർ. പലപ്പോഴും നെഗറ്റിവിറ്റിയുടെ അഥവാ നെഗറ്റീവ് തോട്ട്സിൻ്റെ, നെഗറ്റീവ് അനുഭൂതികളുടെ ഫയലുകളുടെ എണ്ണം എൻ്റെ ഉള്ളിൽ കൂടുതലാണെങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഞാൻ പരിശ്രമിക്കുമ്പോഴും ചെയ്യുമ്പോഴും അതിനുവേണ്ടി ഞാൻ എൻ്റെ എല്ലാ പരിശ്രമം ഞാൻ ചെയ്യുമ്പോഴും മറിച്ച് നെഗറ്റീവായിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുമ്പോഴത്തേക്കും നിരാശ എന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ മനം മടുപ്പ്, നിരാശ, സങ്കടം, വിഷമം, ദുഃഖം, ഈ നെഗറ്റീവായിരിക്കുന്ന ക്ലിക്കിംഗ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പഴയ നെഗറ്റീവ് ഫയലുകളിലെ കൂടാരമുണ്ട്, അതിൽ പോയിട്ട് ഓപ്പൺ ആക്കുകയാണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിരവധി നെഗറ്റീവ് ഫയൽ ഓപ്പൺ ആവും. നമ്മുടെ ആ സമയത്ത് പ്രവഹിക്കുന്ന നെഗറ്റീവ് എനർജി മോർ പവർഫുള്ളാണ്. കാരണം ഓൾറെഡി ഇവിടെ നിറച്ചു വെച്ചിട്ടുള്ള കുറേ നെഗറ്റീവ് ഫയലുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിറയ്ക്കുന്നതായിരിക്കുന്ന പോസിറ്റീവ് ഫയലിൻ്റെ എണ്ണം കുറവും നെഗറ്റീവായിരിക്കുന്ന ഫയലിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ഓപ്പൺ ആവുമ്പോൾ പുറത്തേക്ക് പരക്കുന്നതായിരിക്കുന്ന വൈബ്രേഷൻ ഒരുപാട് കൂടുതലാണ്. 100 വോൾട്ട് ബൾബും 10 വോൾട്ട് ബൾബും കത്തിച്ച പോലെയാണ്. പോസിറ്റിവിറ്റിയുടെ 10 വോൾട്ട് കത്തിക്കുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും 100 വോൾട്ടിൻ്റെ നെഗറ്റീവ് ഒന്ന് ആക്റ്റീവായി അതിൻ്റെ പരത്തി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആ പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിഷമിക്കുമ്പോൾ വീണ്ടും ആ നെഗറ്റീവ് ഫയലുകൾക്ക് ആക്ടിവേഷൻ കിട്ടുകയും അതിൽ നിന്ന് നെഗറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും എനിക്ക് എൻ്റെ റിസൾട്ട് വരുന്നില്ല എന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ തെറ്റാണ് എന്ന് മനുഷ്യൻ വിചാരിച്ചു പോവുകയാണ്. വാസ്തവത്തിൽ തെറ്റല്ല, അത് ശരി തന്നെയാണ്.
പക്ഷേ എൻ്റെ ഉള്ളിൽ എത്രമാത്രം നെഗറ്റീവ് ഫയൽ ഒരു ഫോൾഡറാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആധാരത്തിലാണ് അത് എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഏത് എനർജിയാണോ അത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നല്ലത് വിചാരിച്ചിട്ടും നല്ലത് ചെയ്തിട്ടും പലപ്പോഴും പോസിറ്റീവായിട്ടിന് പകരം നെഗറ്റീവായിട്ട് റിസൾട്ടിലേക്ക് വരെ ചെന്നെത്താൻ കാരണം. അതുകൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള എനർജീനെ നിറയ്ക്കാനും നെഗറ്റീവ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാനും വേണ്ട ആ ഒരു കഠിനമായിരിക്കുന്ന പരിശ്രമം അത് നമ്മൾ ചെയ്തേ പറ്റൂ. അതിന് ഏറ്റവും നല്ല മെത്തേഡാണ് മെഡിറ്റേഷനിലൂടെ ആൽഫ സ്റ്റേജിൽ വരെ ക്രിയേറ്റ് ചെയ്ത്, അഥവാ നമ്മുടെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഏത് പോസിറ്റീവ് തോട്ട് വേണോ അതിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതിന് അഫർമേഷൻ കൊടുക്കുക, റിപ്പീറ്റ് ചെയ്യുക, അതിൽ എൻജോയ് ചെയ്യുക, അത് ഞാൻ ആയിത്തീർന്നു എന്നുള്ളതായിട്ടുള്ള കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഏർലി മോർണിംഗ് അവേഴ്സിലും രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നും മെഡിറ്റേഷൻ്റെ ഹയർ ലെവലിൽ സ്റ്റേജിലും നിങ്ങളത് ആയിത്തീർന്നു എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായി ആക്റ്റീവ് ആവുന്ന സമയത്ത് അതായിത്തീർന്നു എന്നുള്ളതായിരിക്കുന്ന അനുഭൂതിയും, അതേസമയം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവായിട്ടും സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ താഴെ നിൽക്കുന്ന സമയം, നമ്മൾ പ്രവർത്തനക്ഷമമായിരിക്കുന്ന സമയം, ബീറ്റ വേവ്സിലതായിരിക്കുന്ന സമയങ്ങൾ, ആ സമയത്ത് ഞാൻ ആ സ്ഥിതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതായി കോൺഷ്യസ് മൈൻഡിന് ബോധ മനസ്സിന് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ട് ആ അവയർനെസ്സിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പതുക്കെ ഉള്ളതായിരിക്കുന്ന ഫയലുകളുടെ എണ്ണം കുറയ്ക്കുക. അങ്ങനെ നെഗറ്റീവ് ഫയലിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ആ ഡ്രീം അഥവാ സത്യം അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടരുത്. എപ്പോഴെങ്കിലും നിരാശ വന്നു ചിലർത്ഥം വീണ്ടും ആ പഴയ ഫയലിനെയൊക്കെ പോയിട്ട് ക്ലിക്ക് ചെയ്തു ആക്റ്റീവാക്കിയെന്നാണ്. എന്തും വന്നോട്ടെ, ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുകയാണ്. ദിവസവും രാത്രിയിൽ നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വരാം. പലരും പ്രശംസിക്കാം, പലരും ചീത്ത വിളിക്കാം, നമ്മളെ മോശം പറയുന്നവരുണ്ടാവാം, നമ്മൾ ഒരുപാട് പേരുടെ ദുഃഖം കേൾക്കേണ്ടി വന്നേക്കാം. പല അനുഭവങ്ങളും ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ വരുമ്പോഴും ഞാൻ ജീവിതത്തിൻ്റെ അവസാനത്തിൽ രാത്രിയിൽ ഭഗവാന്റെ അടുത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ദിവസവും പറയുന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ ഒരു രാത്രി അവസാനിക്കുമ്പോൾ വിചാരിക്കും എവ്രിതിങ് ഓവർ, ഈ നാടകം തന്നെ എനിക്ക് അവസാനിച്ചിരിക്കുന്നു. ഇപ്പം ഞാനതൊന്നുമല്ല, അതൊക്കെ എൻ്റെ റോളുകൾ മാത്രമായിരുന്നു. ഞാൻ എല്ലാത്തിനും ഭിന്നമായി ദാ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഐ എം ഫുൾ ഫ്രീ. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മനസ്സിനുണ്ടാവുന്ന സുഖം, ആ ശാന്തി, അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. എല്ലാത്തിനും വിഡ്രോ ചെയ്തുകൊണ്ട് ആ ഇൻഡിവിജ്വലായിരിക്കുന്ന ആത്മാവായി, അഥവാ നമ്മുടെ ആ ഇൻറ്റേർണൽ വ്യക്തിത്വമായി, നമ്മുടെ ഒറിജിനൽ സ്ഥിതിയായിരിക്കുന്ന ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ വന്ന് നമുക്കിതൊന്നുമില്ലല്ലോ, ഇന്ന് ഈ നിമിഷം ഇവിടുന്ന് പോണ്ടി വന്ന് കഴിഞ്ഞില്ലേ എല്ലാതും. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി എല്ലാം കഴിഞ്ഞു, ഞാൻ എല്ലാത്തിനും ഫ്രീ ആയി റിലാക്സ്ഡ്. ആ സമയത്ത് ഞാനും ഈശ്വരനും മാത്രം ആ ഒരു സാമീപ്യത്തിൽ, ആ ഒരു സുഖത്തിൽ, ആ ഒരു ആനന്ദത്തിൽ ലയിച്ചങ്ങനെ ഒരു റിലാക്സേഷൻ. എന്തൊരു സുഖമായിട്ടുള്ള നിദ്ര. ഉണരുമ്പോൾ എല്ലാം ഒരു പുതിയ തുടക്കം. ഇന്നലത്തെ ഫീലിങ്സിനെ ഇന്നത്തേക്കൊരിക്കലും കൺവേർട്ട് ചെയ്യാതെ കൊണ്ടു നടക്കാതെ അവിടെ അവസാനിപ്പിച്ചു. ഒരു പുതിയ തുടക്കത്തിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക. ഇങ്ങനെ അന്ന് ക്ലോസ് ചെയ്തേക്ക്. നല്ല എക്സ്പെർട്ട് ബിസിനസ് മാമാരെ നോക്കിയാൽ നമുക്ക് കാണാം, അന്നത്തെ കണക്ക് അവർ ക്ലോസ് ചെയ്യും, പിറ്റേ ദിവസം ആരംഭിക്കണം. ചിലപ്പോൾ ലേറ്റ് നൈറ്റൊക്കെ ആവും, എന്നാലും അവരത് ക്ലോസ് ചെയ്യാതിരിക്കില്ല. അതുപോലെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ പക്ക ബിസിനസ്മാൻമാരായിക്കൊണ്ട് എല്ലാ നെഗറ്റീവ് ഫയൽസും ക്ലോസ്, അന്നത്തെ കണക്ക് ക്ലോസ്, ഈശ്വരനോട് പറഞ്ഞു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു, റോൾ ഓവർ, നൗ ഐ ആം ഫ്രീ, റിലാക്സ്ഡ്. ഇനി ഞാൻ ഈശ്വരൻ്റെ മടിയിൽ എൻ്റെ പുതിയതായിട്ടുള്ള ദൗത്യങ്ങളെ ഓർത്തുകൊണ്ട്, അഥവാ എന്താണോ എൻ്റെ ഡ്രീം, എനിക്ക് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട പ്ലാൻ, അതിനെ ഈശ്വരനുമായി സംസാരിച്ചുറപ്പിച്ച് ആ ശാന്തിയുടെ സുഖനിദ്ര. എന്തൊരു രസകരമായിട്ടുള്ള രാത്രികൾ, അത് നമുക്ക് നല്ല പ്രഭാതങ്ങളെ സമ്മാനിക്കും. നമ്മുടെ പതുക്കെ ഉറക്കത്തിലൂടെ തന്നെ നമ്മുടെ നെഗറ്റീവ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്യും. അത്രയും സമയം ഇത് ഇങ്ങനെ ഉറങ്ങുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഭവങ്ങളും അത് ആ ഫീലിങ്സിനെ മുജ്ജന്മത്തിലെയോ ഏത് ജന്മത്തിലെയോ ആയിക്കോട്ടെ, എല്ലാ പോസിറ്റീവായിരിക്കുന്ന എനർജിയും അത് അട്രാക്റ്റ് ചെയ്യും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവായിരിക്കുന്ന ആളുകളുടെ പോസിറ്റീവ് എനർജിയും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. എല്ലാ വ്യക്തികളും ഈ സൃഷ്ടിയിലേക്ക് പരത്തിയ, അത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏത് മഹാത്മാക്കളായിക്കോട്ടെ, അവരുടെ എല്ലാം പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കും. പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് എനർജിയുടെ ഒരു മൂർത്തിയായിക്കൊണ്ട് നമ്മുടെ ഒരു ജീവിതം ആരംഭിക്കും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ വേഗം നെഗറ്റീവ് ഫയൽസിനെ ഫോൾഡറിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനാവും. എന്നാൽ ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് വൈകുന്നു എന്ന് ക്വസ്റ്റ്യൻ അവസാനിപ്പിച്ച് ഇന്ന് മുതൽ ഞാൻ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ നെഗറ്റീവിനെ കളഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് പോസിറ്റീവിനെ സ്വീകരിക്കാം, ആകർഷിക്കാം. നിങ്ങൾക്കങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.